ശ്രീ പഴകുളം മധു, ഇക്കാര്യത്തിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം വരുന്നത് ഈ വരുമാന തന്ത്രത്തിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. നേരത്തെ എം പി രാജേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഈ വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് വാചാലനായിരുന്നു മന്ത്രി വി ഡി സതീശൻ. പക്ഷേ ഈ ബജറ്റിലേക്ക് എത്തുമ്പോൾ അത് കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിൽ ഊന്നി നിന്നുകൊണ്ട് താങ്കൾക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? സത്യത്തിൽ ഈ ബജറ്റ് നമ്മുടെ കൺവെൻഷനലായിട്ടുള്ള ഒരു പാത അത് നിരന്തരമായിട്ട് നമ്മൾ സ്റ്റീരിയോ ടൈപ്പായിട്ട് ബജറ്റ് അവതരിപ്പിക്കുകയും അത് പാസ്സാക്കുകയും അതിൽ നടപ്പിൽ വരാത്ത പദ്ധതികളെക്കുറിച്ച് പിന്നെ ആരും ചോദിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. 5.77 ലക്ഷം കോടി രൂപ കടബാധ്യതയുള്ള സ്റ്റേറ്റാണ് കേരളം എന്നുള്ളത്. അതിൽ 1.30 മാത്രമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ 2016 അവസാന സമയത്തുണ്ടായിരുന്നു. അത് കേരളത്തിൽ ഒന്നാം EM സർക്കാരിൻ്റെ കാലം മുതൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം വരെ ഉണ്ടായിട്ടുള്ള പൊതുകടമാണ്. അതിപ്പോൾ മാറി 5.7 ലക്ഷം കോടിയായി വർദ്ധിച്ചു. ഇത്രമാത്രം അധിക ബാധ്യത, നികുതി വർധനവും ഇവർ പലതവണ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കേന്ദ്രം വർദ്ധിപ്പിച്ചപ്പോൾ അത് കുറയ്ക്കാൻ തയ്യാറാകാത്ത ആൾക്കാരാണ്. ഇവിടെ കേരളത്തിൽ വിപുലമായ സമരം നടന്നിട്ടുണ്ടാക്കാനൊക്കെ. അപ്പോൾ എന്നിട്ടും അധിക നികുതി കിട്ടിക്കൊണ്ടിരുന്ന നികുതികളെല്ലാം കിട്ടി. എന്നിട്ടും 1.30 എന്ന പൊതുകടം 5.7 ലക്ഷം കോടിയായി വർദ്ധിപ്പിച്ച ഒരു മുന്നണിയും ഒരു 10 വർഷം ഭരിച്ച ഗവൺമെൻറ്റും അവരാണിത് പറയുന്നതെന്ന് ഓർത്തോണം. അപ്പോൾ പുതിയ സോഴ്സ് ഞാൻ ചോദിക്കട്ടെ, മിഷൻ സമുദ്ര പുതിയ ഇൻകം കൊണ്ടുവരില്ലേ? മാരിടൈം മ്യൂസിയം പുതിയ ഇൻകം കൊണ്ടുവരില്ലേ? ഏവിയേഷൻ ഹബ്ബ് കൊണ്ടുവരില്ലേ? ഇൻവെസ്റ്റ് കേരള പുതിയ ഇൻകം കൊണ്ടുവരില്ലേ? ഇതാണ് ഒരു പുതിയ സമീപനം, ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഇവിടെ വലിയ ബഹളമാണ്, ഇത് പ്രൈവറ്റൈസ് ചെയ്യാൻ പോകുന്നു. എവിടെ പ്രൈവറ്റൈസ് ചെയ്യാൻ പോകുന്നു? പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിൽ കൂടി പുതിയ പണം കണ്ടെത്തുക. നിങ്ങൾ ഏത് സോഴ്സാണ് പുതുതായി കണ്ടെത്തിയത് കേരളത്തിൽ നികുതി വരുമാനത്തിന് വേണ്ടി? 10 വർഷം ഭരിച്ചല്ലോ. ഏത് സോഴ്സിൽ കൂടിയാണ് പുതിയ സോഴ്സ് കണ്ടെത്തി നിങ്ങൾ നികുതി പിരിച്ചോ? സ്വർണം കച്ചവടക്കാരുടെ നികുതികൾ നിങ്ങൾ പിരിച്ചോ? നിങ്ങൾ മര്യാദയ്ക്ക് നികുതി പിരിച്ചിട്ടില്ല, ഫിനാൻഷ്യൽ അച്ചടക്കം പാലിച്ചിട്ടില്ല, അധികമായി ധാരാളം കടം നിങ്ങൾ വാരിക്കൂട്ടി. ആ ഒരു ഗവൺമെൻറ്, ഒരു പുതിയ ഗവൺമെൻറ്, ഒരു പുതിയ യുഗത്തിലേക്ക് പോകാനുള്ള പുതിയ കാഴ്ചപ്പാടുമായി വരുന്ന ഒരു ഗവൺമെൻറ് പുതിയ സോഴ്സുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് സോഴ്സുകൾ ഗവൺമെൻറ് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഹബ്ബ് ഉണ്ടാക്കാൻ പോകണം, ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ചെറുപ്പക്കാർക്ക് വേണ്ടി. ഇത് പുതിയ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് പുതിയ നമ്മുടെ റിസോഴ്സസ് ഉണ്ട് ധാരാളമായിട്ട്. ആ റിസോഴ്സസ് എല്ലാം നിങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് തീരെഴുതാൻ പോകുന്നതിനാണല്ലോ ഇന്നും മുൻ മുഖ്യമന്ത്രിയുടെ മോൾ ഇപ്പോഴും കോടതി കയറിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതിനെയൊക്കെ നിയമത്തിൻ്റെ ഇതിൽ കൊണ്ടുവരിക, പരിരക്ഷയെ കൊണ്ടുവരിക. നമ്മുടെ റിസോഴ്സസിനെ നിയമപരിരക്ഷ കൊടുത്തുകൊണ്ട് ഉപയോഗിച്ച് സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ സമീപനം അത് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ധനകാര്യമന്ത്രി. അതും തെറ്റെന്താണ്? അല്ല, സമ്പൂർണ്ണമായ സ്വകാര്യവൽക്കരണമാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് ഇന്നിപ്പോൾ. അതായത് സമ്പൂർണ്ണം എന്ന് പറഞ്ഞാൽ ഈ എല്ലാ മേഖലയിലും സ്വകാര്യവൽക്കരണം എന്നത് തന്നെയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇല്ല, പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനിൽ കൂടി കേരളം ഒരു വല്ലാത്തൊരു ഒരു ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. കേരളത്തിൽ ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല. കേരളത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ് ലാസ്റ്റ് 5 ഇയറിൽ 46,000 crores അധിക ബാധ്യത ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വൈറ്റ് പേപ്പറിൽ മുഖ്യമന്ത്രി പറഞ്ഞതല്ലേ? ഇവർക്ക് ഖണ്ഡിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളും സാമ്പത്തിക സ്ഥിതിയും അദ്ദേഹം വൈറ്റ് പേപ്പറിൽ കൂടി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങളൊക്കെ നിയമസഭയിലുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് അതിനെ ആദ്യം ഖണ്ഡിച്ചു. പിന്നെ വസ്തുതാപരമായി ഓരോരോ കണക്കുകൾ ഉദ്ധരിച്ച് മുഖ്യമന്ത്രി മറുപടി വീണ്ടും പറഞ്ഞപ്പോൾ പിന്നെ പ്രതിപക്ഷ നേതാവ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ചുമ്മാതെ പിന്തുടർന്നു വരുന്ന രാഷ്ട്രീയ വിമർശനത്തിൻ്റെ ആ ശൈലി കൂടിയാണ്. കേരളം മാറാൻ പോവുകയാണെന്നാണ് ഇന്നത്തെ ബജറ്റിലൂടെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് 15,000 കോടി കിട്ടുമെന്ന് ഇവർ സങ്കല്പിച്ചു. അപ്പോഴാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡേ വേണ്ട, കൊടുക്കേണ്ടതെന്ന് കേന്ദ്രം തീരുമാനിച്ചത്. ഇവരിപ്പോഴെന്താ പറയുന്നത്? ഇനി അത് കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ പദ്ധതി ഉണ്ടാക്കണമെന്നാണ്. അതിലെന്ത് ന്യായമാണുള്ളത്? അത് കിട്ടില്ലെന്ന് ഉറപ്പായി. അപ്പോൾ ഡൽഹിയിൽ പോകണം, സമരം ചെയ്യണം, അതിന് സമ്മർദ്ദം. നിങ്ങൾ സമ്മർദ്ദം ചെലുത്തുമ്പോഴത്തേക്ക് പദ്ധതി തീരത്തില്ലേ? അപ്പോൾ യാഥാർത്ഥ്യബോധത്തോട് വേണ്ടിയാണ് പദ്ധതി ഉണ്ടാക്കാൻ. ഇത് സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞുള്ള വലിയ മുറവിളിയാണ്. ഇന്ന് രാവിലെ 2 സുഹൃത്തുക്കളുമായി ഞാൻ ചർച്ചയിൽ പങ്കെടുത്തു. അവരെന്താ പറഞ്ഞത്? വെൽഫെയർ സ്കീം കംപ്ലീറ്റ് ഒഴിവാക്കാൻ പോവുകയാണ്. അപ്പം ഇവർ യാഥാർത്ഥ്യബോധമില്ലാതെ എവിടേക്കോ എന്തൊക്കെയോ കേട്ടറിഞ്ഞുകൊണ്ടുള്ള
ഒരു വലിയ പ്രതിഷേധമാണ്. ഇതൊക്കെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്. കേരളം മാറാനും പുതിയ പാത സ്വീകരിക്കാനും തയ്യാറാകുമ്പോൾ ഇതെല്ലാം ഇൻകം സോഴ്സസ് ആണ്. പക്ഷേ ഇതിനകത്ത് പ്രശ്നം ആദ്യം തന്നെ ഞാൻ സൂചിപ്പിച്ച പ്രശ്നമുണ്ടല്ലോ, ഈ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് ആവശ്യമായ തുക എന്ന് പറയുന്നത് ഭീമമായ ഒരു തുകയാണ്. പക്ഷേ 10 കോടി രൂപയാണ് അതിന് വകയിരിക്കുന്നതിന്. പ്രാഥമിക ഘട്ട പഠനത്തിനുമൊക്കെ ആയിട്ടായിരിക്കും എന്ന് കരുതാം. പക്ഷേ അതിനി പഠിച്ച് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴേക്ക് അതിന് പരുവപ്പെടുത്തി എടുക്കുമ്പോഴത്തേക്ക് ഒന്ന് കാലതാമസം ഉണ്ടാകും, 2 എവിടെ നിന്ന് പണം കണ്ടെത്തും എന്നുള്ളതിനെക്കുറിച്ച് ആളുകൾക്ക് ഒരു ബോധ്യമുണ്ടാകുന്ന തരത്തിലുള്ള ഒരു വിശദീകരണം അത് ബജറ്റിൽ ഇല്ല. അല്ല, ഇൻഷുറൻസ് സ്കീം അതും വിമർശിക്കുന്നവർ കേരളത്തിൽ നിലനിന്നൊരു ഇൻഷുറൻസ് സംവിധാനത്തെ പാടെ തകർത്തിട്ട് കേരളത്തിലെ സാധാരണക്കാരെ കബളിപ്പിച്ചൊരു ഗവൺമെൻറ്റാണ്. ഉമ്മൻചാണ്ടിയുടെ പേരിൽ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ നിശ്ചയദാർഢ്യമാണ്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് 10 കോടി ചിലവഴിച്ചിട്ടുള്ളത്. ഗവൺമെൻറ് സോഴ്സ് കണ്ടെത്തി ആ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിൽ നടപ്പാക്കും. 10 ദിവസമല്ലേ ആയുള്ളൂ ഗവൺമെൻറ് വന്നിട്ട്. ഒന്ന് ക്ഷമയോടിരിക്കും. ഇതൊരു സമ്പൂർണ്ണ ബജറ്റൊന്നും അല്ലല്ലോ. ഇവർ അവതരിപ്പിച്ച ബജറ്റിൽ ചില ഭേദഗതികൾ വരുത്തി പുതിയ കാഴ്ചപ്പാട്, പുതിയ ഞാൻ തിരിച്ചു വരാം. ഞാൻ താങ്കളിലേക്ക്